ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ്കർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് പറഞ്ഞിട്ട് അമ്മമ്മ പൂരി ഉണ്ടാക്കാണ് ഗായ്സ്. ഗായ്സ് കറി എന്താ പറഞ്ഞോടുക്കല്ലോ? ഇഷ്ടക്കറി. അപ്പൊ അമ്മമ്മേന്റെ പൂരി ഇഷ്ടക്കറിയാണ് നമ്മുടെ ഇന്നത്തെ അതിന്റെ റെസിപ്പി വീഡിയോ. അല്ലൂസിന്റെ തലവര. തുമ്പിക്കുണ്ടോ അങ്ങനെ വരാ? ഇല്ലേ? അമ്പടി അതിന് ഞങ്ങൾ മുടി നീട്ടാണ് ഗൈസ്. ഗേൾസ് ഇങ്ങനെ മുടി നീട്ടും അല്ലേ? ഇല്ലല്ല, എല്ലായിടത്തും വരട്ടാ. തലവരല്ലാത്ത ആളായി പോകുമ്പോള് ഒരു സൈഡിലേ ഉള്ളൂ വര. ഓന് വരണ്ട്. അതാ തുടങ്ങിയോ എന്റെ ഭഗവാന്. ഓന് വരണ്ടേ, എനിക്ക് വരല്ല. മുടി വെട്ട മുടി നീട്ടി ഇത്രയ്ക്ക് ആക്കണ്ടേ, സുന്ദരി ആവണ്ടേ. ഗൈസ് ഒരു വെറും ചായ കുടിച്ച് നമുക്ക് തുടങ്ങാം. തുമ്പി ചായക്ക് വേണ്ടി കരയാണ്. ചായ അല്ല, വെള്ളച്ചായയാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. കാരണം കുട്ടികൾ വെള്ളം കുടിച്ചാൽ ചായ കുടിച്ചാൽ എന്താണെന്ന് അറിയാം തുമ്പി? HB കുറയും. എന്താണ്? അപ്പൊ ഹീമോഗ്ലോബിൻ എവിടെ ഉണ്ടാവും? ഹീമോഗ്ലോബിൻ പറ. ഗൈസ് അപ്പോൾ അമ്മ ആദ്യം ഇഷ്ടക്കറിക്കുള്ളത് നിങ്ങൾ പറഞ്ഞില്ല ഇഷ്ടക്കറിക്ക് എന്തൊക്കെയാ ഇട്ടെന്ന്. അത് നേരി വെക്കല് കഴിഞ്ഞോ? വെരി ഗുഡ്. എന്തൊക്കെയാ പറയ്? ആ എന്നാ എടുത്തിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോ ശ്രദ്ധിക്കണേ. കുക്കർ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ക്യാരറ്റ്, പച്ചമുളക്, ഉപ്പും ചേർത്ത് അത് മാത്രം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കുക. അത്രയും മതി, ബാക്കി വരട്ടെ എന്നിട്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ്, ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചി കുഞ്ഞതായി നുറുക്കിയിട്ടല്ലേ ഇടുക, ചെറുതായി നുറുക്കിയിടുക, ഉപ്പ്, വെള്ളം. ഇത് മാത്രമാക്കിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുക. വേവിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യം അപ്പം പറയാട്ടോ. എന്തല്ലോ? കുറച്ചൊന്നല്ല അമ്മമ്മേ, പറഞ്ഞു കൊടു. അമ്മേന്റെ കുറച്ച് എത്ര മുടി കേട്ടോ കാണിച്ച അളവ് കണ്ടോ? എന്തൊരു സന്തോഷ അമ്മേനെ പറയുമ്പോ കുട്ടിക്ക്. ഞാൻ മുടി മുറിച്ചതില്, മുടി ട്രീറ്റ് ചെയ്തതിലൊക്കെ ഏറ്റവും സങ്കടം അമ്മമ്മയ്ക്കാണ്. ഞാൻ മുടി മുറിക്കുമ്പോ അമ്മമ്മ കരയും. ഞാൻ എത്രാം ക്ലാസ് നടന്ന് പഠിച്ച? 2ാം ക്ലാസ്സിനല്ലേ? 2ാം ക്ലാസ്സിൽ ഞാൻ അവിടെ ആട്ടോ പഠിച്ചത്. എന്നിട്ട് മടക്കി കെട്ടു 2 സൈഡും. അത്രയും മുടി ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ മുടി നീട്ടിയിരുന്നു. അത്ര മുടിയുള്ള കുട്ടി ഇത്ര മുടി ആയതിനൊക്കെ പറയാണ്. അമ്മയുടെ അമ്മ വീഡിയോ കോളിലാണ് ഗൈസ്. ഓക്ക് വലിയ ഡിമാൻഡ്സ് ഒക്കെയാണ്. കഞ്ഞി കുടിക്ക് തുമ്പമ്മേ. ഒരു പാത്രത്തിൽ ഒരു സ്പൂണും ആക്കി അങ്ങ് കൊടുക്കി. അമ്മായി കുടിക്കട്ടെ. ഗൈസ് അപ്പോൾ നമ്മൾ പൂരിക്ക് കുഴയ്ക്കാൻ നിൽക്കുകയാണ്. അമ്മ ഇനി ഡീറ്റെയിൽസ് പറയുന്നതാണ്. അമ്മ പറയണം കേട്ടോ. എനിക്ക് ഇങ്ങനെ പറയാൻ അറിയില്ല, ഞാൻ പറയില്ലാന്ന്. നമ്മൾ ആദ്യം ഒരു വട്ടപാത്രം എടുക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇനി നമ്മൾ ഇതെന്താ പറയും? മൈദ എടുക്കണം. എത്ര എടുക്കണം? അങ്ങനെയൊന്നുമില്ല, ഏകദേശം കണക്ക്. ഞാൻ കപ്പ് കണക്കൊക്കെ ആട്ടോ എടുക്കല്. എങ്ങനെയാന്ന് വെച്ചാല് ആട്ട എടുക്കണം. മൈദ എടുക്കുന്നതിന്റെ പകുതി ആട്ട എടുക്കണം. അതായത് ഇപ്പൊ ഞാൻ വീട്ടില് 2 കപ്പ് മൈദയാണെങ്കിൽ 1 കപ്പ് ആട്ട. പക്ഷെ എനിക്ക് അത്ര മതിയാവൂല. സോറി, ഇടയ്ക്ക് ഇതും സഹിക്കണം. അമ്മയ്ക്ക് വയ്യ. ഓക്കെ, അപ്പം മൈദേന്റെ നേർ പകുതി ആട്ട എടുക്കുക. അത് നിങ്ങളെ കണക്ക് പോലെ എടുക്കുക. നമ്മളവിടെ കുറെ ആളുകൊണ്ട് കുറെ എടുക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ അമ്മേന്റെ സ്പെഷ്യൽ ടിപ്പ്, ഒരു പിടി നമ്മൾ സാധാ ചെറിയ റവ ഇല്ലേ, സൂചി റവ, റോസ്റ്റഡ് വേണേ. റോസ്റ്റഡ് റവ ഒരു ചെറിയൊരു പിടി, അതും അതിലിടുക. കുറച്ചുകൂടി എടുക്കാട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. റവ ഇല്ലാഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായി മിക്സ് ചെയ്യണം. ഇനി പൊടി മൊത്തത്തിൽ നന്നായി മിക്സ് ചെയ്യണം. ഓക്കെ, വെള്ളം ഒന്നും കൂട്ടരുത്. സാധാരണ അത് ഉപ്പ് വെള്ളത്തിൽ കലക്കി എടുക്കണം ഗൈസ്. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് കൊണ്ട്
മക്കളൊക്കെ അനുസരിച്ചപ്പോ കുക്കറാണ് അനുസരിക്കാത്തത്. നമ്മളിവിടെ ഇത് പറയുമ്പോൾ നിശബ്ദരായിക്കൊണ്ട് ഇവിടെ കഞ്ഞി കുടിക്കുന്ന അല്ലൂസിനും അമ്മേ തുമ്പിക്കും അത് കൊടുക്കുന്ന അമ്മമ്മയ്ക്കും ഇരിക്കട്ടെ ഇന്നത്തെ ലൈക്ക് അല്ലേ തുമ്പി? കണ്ടോ, അല്ലൂസിന്റെ അമ്മമ്മ വാരി കൊടുക്കണം, തുമ്പിക്ക് വാരി കൊടുത്താൽ പറ്റൂല. ഒന്നുകിൽ റീന വാരി തരണം, അല്ലെ ഓള ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തുമ്പി ഒറ്റയ്ക്ക് കഴിക്കുകയാണ് ഗൈസ്. നോക്കട്ടെ മോളെ, വാ ആ വേ തിന്ന് ആ എട മോനെ. ഉണ്ടോ, മുഖത്തായതൊക്കെ സ്പൂൺ കൊണ്ട് തന്നെ കോരി എടുത്തുകൊണ്ട് അവൾ കഴിക്കുകയാണ്. അമ്മമ്മയെ പല്ലൊന്ന് വെച്ചുകൂടായിരുന്നു പക്ഷെ ഇതാണ് രസം. ഇതിങ്ങനെ വെക്കുമ്പോഴാണ് അമ്മേമ്മേന്റെ തത്തച്ചുണ്ട് മൂക്കൊക്കെ അങ്ങോട്ട് കാണുക. പല്ല് വെച്ചാൽ അത്ര കാണൂല. അയ്യോ സുന്ദരിയല്ലേടി അമ്മമ്മ? ആരാ സുന്ദരി? തുമ്പിയാണോ പ്രേമയാണോ സുന്ദരി? ഓക്കെ ആയില്ല, പറഞ്ഞെടുക്ക്. ഇതെന്താ ഇളം ചൂടുവെള്ളം അല്ലെ? ചൂടുവെള്ളം. ആ അത്ര അല്ല, ഓവർ ചൂടില്ല, ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് കലക്കി അത് വെച്ച് കുഴയ്ക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിന്റെ കുഴയിലാണ് എല്ലാം ഇരിക്കുന്നത് അല്ലേ? നിങ്ങൾ എന്തേ പറയും? ഞാൻ തന്നെ പറയുമ്പോ അവരെല്ലാരും പറയും നിങ്ങൾ റീനമ്മേനെ എന്താ പറയാൻ അനുവദിക്കൂന്ന് പറയും. കാരണം എനിക്ക് കഴിവ് കിട്ടിയിരിക്കുന്നത് എന്റെ ഡാഡിയുടെ അടുത്തുനിന്നാണ്, എന്റെ മമ്മിയുടെ അടുത്തുനിന്നാണ്. എന്റെ മമ്മി അധികം സംസാരിക്കില്ല. മമ്മി അപ്പു ആയിരുന്നു ഒരുപോലെ. അപ്പു ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത് അല്ലേ? ചെറുപ്പത്തിൽ വളരെ എന്താ അധികം സംസാരിക്കാത്ത കുട്ടി അല്ല, സംസാരിക്കും പക്ഷെ പാവം കുട്ടിയായിരുന്നു. ഞാനാണിങ്ങനെ വായിട്ട് അലച്ചോണ്ട് നടക്കുന്ന കുട്ടി. ഓൻ ഭയങ്കര അധികം സംസാരിക്കാത്ത പാവം കുട്ടിയായിരുന്നു. ഓൻ കോളേജിലൊക്കെ എത്തിയതിന് ശലമേ അല്ല എപ്പോഴാ കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞപ്പോൾ കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഓൻ ഭയങ്കര വർത്താനൊക്കെ ആയത്. അതുവരെ ഓരധികം വർത്താനല്ല. പക്ഷെ ഞാൻ പണ്ടൊട്ടെ ചെറുപ്പം തൊട്ടേ അല്ലേ വർത്താനം പറയാവുന്ന കാലം തൊട്ടേ തുമ്പി ഇപ്പം പറയില്ലേ അത് കൂട്ട് വലിയ വലിയ വർത്താനങ്ങളായിരുന്നു എനിക്ക്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വായടിച്ച് വെക്കാൻ നിങ്ങൾ അതിനോട് പറയരുത്. അങ്ങനെ ആദ്യം അതാ ഇങ്ങനെയാകും. ഇനി ഇത് കുഴച്ച് സെറ്റാക്കണം. അതൊരു ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുഴച്ചപ്പോൾ മനസ്സിലായി. എനിക്ക് അങ്ങനെ കുറേ നേരം കുഴയ്ക്കുമ്പോൾ വയറിന് വേദനയൊക്കെ വന്ന് പിന്നെ കുറച്ച് നേരം കല്യാണിയാണ് കുഴച്ചത്. അങ്ങനെ ഞങ്ങൾ മാറി മാറിയാണ് കുഴച്ചിട്ടുണ്ടായിന്. ഇത് കുറച്ച് നേരം വെക്കണം അല്ലേ? ആ അമ്മേ എന്തോ പറയണ്ടുള്ളൂ. ആദ്യം കുഴക്കുന്ന ലേശം ലൂസാക്കി കുഴക്കുക. ആ അതിലേക്ക് പൊടി ചേർക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ പറഞ്ഞ കറക്കി തെറ്റിപ്പോ. ആദ്യം നമ്മൾ കുഴക്കുന്ന കുറച്ച് ഇതുപോലെ ലൂസാക്കി കുഴക്കണം. കണ്ടോ, നല്ല ലൂസാണ്. ഇങ്ങനെ ലൂസാക്കി കുഴച്ചിട്ട് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ. ആ ചെറിയ ലൂസ് കേട്ടോ, ഓവർ ലൂസ് ആവരുത്. എന്നെ പോലെ അല്ലേ തല ഓളം കുറച്ച് ലൂസായി പോകാൻ പാടില്ല. അങ്ങനെ ഇത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ അത് ഓയിലോ കുറച്ച് വെളിച്ചെണ്ണ അതാ ഇങ്ങനെ തൂവണം. കണ്ടോ, ഇത് കുറച്ച് കൂടുതൽ തൂവല. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലാട്ടോ. അങ്ങനെ ഗൈസ് വെളിച്ചെണ്ണയൊക്കെ നല്ല റേറ്റില്ല. എത്ര വെളിച്ചെണ്ണ ഒഴിക്കാവോ? അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. കുറഞ്ഞ ലൂസ് വേണം എപ്പോഴും. അതായത് ഭയങ്കര ടൈറ്റായിട്ട് കുഴക്കരുത്, കുറച്ച് ലൂസ് തന്നെ കുഴക്കുക. വെള്ളത്തിന്റെ അളവൊക്കെ ആദ്യം സെറ്റ് ആക്കിയിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കുക. അല്ല ഞാൻ പിന്നെ സെറ്റാക്കി ആവുമല്ലോ അല്ലേ? അത് വെളിച്ചെണ്ണ ആക്കി ഇങ്ങനെ സെറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ മൈദ ഇട്ടിട്ട് കവറൊന്നും കാണിക്കുന്നു. ഓക്കെ, കുറച്ചും കൂടെ മൈദ ഇടുക. ഓ വീണ്ടും കുഴക്കല്ലേ? ഓ അതെനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാ സെറ്റ് ആവുക. അപ്പോഴാണ് ആ റവയ്ക്ക് ലേശൊരു പൊതിരു റവ, അല്ലെങ്കിൽ ആ റവ ഉണങ്ങിയ പോലെ അങ്ങനെ അവിടെ കിടക്കും. ഓക്കെ, ഇങ്ങനെ ലേശം മൈദട്ട് ഇങ്ങനെ കുഴച്ച് പാകത്തിനാക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ രണ്ടടി കടിക്കാട്ടോ. ഓ ആവൂലമ്മേ. അല്ല അല്ലോടി ഇരിക്കും, കഞ്ഞി കുടിക്കും. ഇത് കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം തുമ്പി അതാടി ഇരുന്ന് കഞ്ഞി കുടിക്കുന്നു. കഞ്ഞി കുടിക്കുക എല്ലാവരും കാണട്ടെ. മക്കളെ കണ്ടോ, തുമ്പി ഒറ്റയ്ക്ക് കഞ്ഞി കുടിക്കുന്നു. നല്ല മോളാണ്. ഈ പൂരി അല്ലോനും വെളിച്ചെണ്ണ കുപ്പി കൊറേ മാസങ്ങളായിട്ട് ഉപയോഗിക്കാതെ വെച്ചതിനെ കൊണ്ട് ഒഴിച്ചില്ല. അതാ പാക്കറ്റ്. അമ്മയ്ക്ക് അങ്ങനത്തെ ഒക്കെ നിർബന്ധം കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നല്ല അല്ലെങ്കിലും ഇങ്ങനെ നല്ല പാത്രങ്ങളിലാക്കണം അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഈ പാത്രത്തിലുള്ളത് എന്ന് പറയാൻ പറഞ്ഞു. കുറെ കാലമായിട്ട് ഉപയോഗിക്കാതെ വെച്ചത് കൊണ്ട് മറ്റേ വെളിച്ചെണ്ണ കുപ്പിയിലാക്കിയില്ല എന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ,
അല്ലു വേഗം കഞ്ഞി കുടിക്കടോ. കഞ്ഞി കുടിക്കല്ലോ. ആ അതല്ലോ ഒന്നും അറിയുന്നുണ്ടല്ലോ. ഒറ്റക്ക് കുടിച്ചു നോക്കി ഒരു കുടിക്ക് കാണട്ടെ. റെഡി. ഇതാ കുഴച്ച് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടോ നല്ല സോഫ്റ്റ് ആണ്. ഇതാണോ അല്ലു കുടിക്ക്. നല്ലതാട്ടോ. ഓക്കെ, അമ്മ പറയുന്നു എത്ര കുഴയ്ക്കുന്നോ അത്രയും നല്ലതാണെന്ന്. അതായത് ഇങ്ങനെ അടിച്ച് കുഴച്ചുകൊണ്ടേ ഇരിക്കുക. ആരോടെങ്കിലും ഉള്ള ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർത്തോളൂ എല്ലാവരും. പക്ഷെ ഇങ്ങനെ കുഴക്കുന്ന ഭയങ്കര, എനിക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാളുണ്ടാക്കിയപ്പോ. കല്യാണം കുഴച്ചു. എന്നാലും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. മാക്സിമം ഇങ്ങനെ കുഴച്ചെടുത്താൽ നല്ല പദത്തിൽ കിട്ടും. ഇത് നല്ല രസമായി വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. റവ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം റവ ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അയ്യോ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ അവിടെ ചപ്പാ ഉണ്ടാക്കിയത്. റവ ഇല്ലാതെ ഞാനൊരു ദിവസം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് ഇത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. റവയാണ് തോന്നുന്നു ഇതിന്റെ ആ ഒരു ട്രേഡ് മാർക്ക് അല്ലേ. പക്ഷെ റവ ഇല്ലാതെ ഞാൻ നാളെ നന്നായി കുഴച്ച് നല്ലപോലെ ഉണ്ടാക്കി. പക്ഷെ എന്നാലും റവ ഇട്ടിട്ട് ഉണ്ടാക്കണതിന്റെ ആ ഒരു ഭംഗി കണ്ടില്ല. ആ അതെന്ത് ഫുഡ് കഴിക്കാൻ നേരത്തെ അവനുള്ളതാണ്. നാട്ടുകാരൊക്കെ അറിയട്ടെ. മൂത്രം വയ്ക്കാം, മുട്ട അപ്പിട, മുട്ടൽ അവനൊരു അപ്പിക്കൊട്ടയാണ്. തെക്കിനകത്തുള്ള പൊട്ടത്തിയാണ്. ബുദ്ധിയുള്ള കുട്ടികളാണ്. അമ്മ ഓ എന്താ അവിടെ കല്ലിട്ടൊയിൽ പണിക്ക് വരണോ? ഒറ്റപ്പാട് ബഹളമാണല്ലോ. കുക്കറാണ് എന്നെ സമ്മതിക്കൂലെന്ന്. ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ നീ നന്നായിട്ട് വീഡിയോ എടുക്കണ്ടെന്ന്. ഇതാ കണ്ടോ ഇങ്ങനെ എറിഞ്ഞ് ഉടയ്ക്കണം നമ്മൾ. ആ അമ്പടാ ഹമ്പട 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 ഹമ്പട. ഇതിങ്ങനെ കുറച്ച് നേരം വെക്കുകയും കൂടെ ചെയ്താൽ നല്ലോണം സെറ്റായി വരും കേട്ടോ. ആ ഗൈസ് കണ്ടോളൂ. തുമ്പി അത് വേഗം കുട്ടിക്ക് വേഗം അങ്ങനെ കുട്ടി വീഡിയോ എടുക്കണേ. വീഡിയോ എടുക്കല്ലോ. ഓ തുടങ്ങി. എന്നാ അത് വായിലിട്. കുഴച്ച് മൂടി വെച്ചു ഗൈസ്. ഇതാ സെറ്റപ്പ്. അമ്മേന്റെ വിരലടയാളവും പതിച്ചിട്ടുണ്ട്. 3 വിരൽ. ഓക്കെ ആ വീഡിയോ കഞ്ഞി കുടിക്കുന്ന വീഡിയോ എടുത്തയക്കേ. അതാ ഏട്ടൻ ഏത് വഴിക്ക് പോയോ ആ വഴിക്ക് തന്നെ ഓള് പോവുള്ളൂ. ഗൈസ് കണ്ടോ ഇതാ നമ്മളെ ഇഷ്ടക്കറീന്റെ ഐറ്റംസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഉടച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് തേങ്ങ പാലോ അല്ല തേങ്ങ അരച്ചതോ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും. തേങ്ങ അരച്ച് ഒഴിച്ചാൽ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവില്ലേ അമ്മ? ഓക്കെ വെറും തേങ്ങ മതിയിട്ട്. അതിൽ വേറെ ഒന്നും വേണ്ട. ഓക്കെ ഇതിൽ കുറച്ച് മല്ലിച്ചപ്പ് എക്സ്ട്രാ ഇട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും കറിവേപ്പിലും ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇടണം. അതിപ്പോഴല്ലോ, അത് തേങ്ങയൊക്കെ അരച്ചിട്ട് ഒഴിച്ചിട്ടാണ്. ആദ്യം നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കാം. പിന്നെ ഒഴിച്ച് കഴിഞ്ഞ് എന്നിട്ട് ഒഴിക്കട്ടെ അത് ചെയ്യുമ്പോ ഒന്നും പറയൂല. തേങ്ങ അരച്ച് നന്നായി അരക്കണം. നന്നായി അരച്ച് ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ ഇളക്ക്. ഞാൻ മസിൽ പിടിച്ചെന്നെ ഇളക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കുക കണ്ടോ. അടിപൊളി ഇഷ്ടക്കറി റെഡിയാണ്. ഇതിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുക. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഇതാകുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുക്കുക. കുരുമുളകാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് കേട്ടോ. കുരുമുളകും പച്ചമുളകും ഒക്കെ കൂടെ ചേർന്ന് ഒരു ടേസ്റ്റ് വരാണ്ട്. പിന്നെ പുറത്തുനിന്ന് ഒരാൾ ചുമച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ മൈൻഡ് ആക്കരുത്. ഓക്കെ അങ്ങനെ കുരുമുളക് തൊട്ട് നന്നായി അങ്ങോട്ട് വേണ്ട ലേശം ലൂസാക്കാം. ഓക്കെ ഇത്ര കട്ടി വേണ്ട അത്രയും. അപ്പൊ ലേശം ഒന്ന് ലൂസാക്കുന്നുണ്ട് മമ്മി. എന്താ തുമ്പിയേ? ഓക്കെ ലൂസാക്കിയിട്ട് ഗൈസ് ഇതാ ഈ ഒരു ടെക്സ്ചറിൽ ആ ഉപ്പ് നോക്കിക്കോളൂ. ഇത്തിരി കൂടെ ഉപ്പ് വേണം. അത് വേണമെങ്കിൽ ഇടുക. അങ്ങനെ നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ആക്കി സെറ്റാക്കി പച്ച വെളിച്ചെണ്ണ ഒറ്റിക്കണം. ഓക്കെ വളരെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് അതും കൂടെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇഷ്ടക്കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. കറിവേപ്പിലയും കൂടെ ഇടാണ്ട്
ഗൈസ് ഇനി നമുക്ക് ഇതാണ് മെയിൻ പരിപാടി. നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ആ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇഷ്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കാൻ പോവാണ്. ബിഫോർ ഫുഡ് കഴിക്കേണ്ട മരുന്നാണ്. തൈറോയിഡിൻ്റെ മരുന്നാണ്. തൈറോയിഡ് എനിക്കില്ല, നോർമലാണ്. പക്ഷേ അത് വരാണ്ടിരിക്കാനുള്ളൊരു പ്രിവെൻഷൻ പോലെ ഏറ്റവും ചെറിയ ഡോസിൽ എടുക്കുകയാണ്. വേറൊന്നല്ല, എന്ന് വെച്ചാൽ തൈറോയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ബുദ്ധിശക്തിനെയൊക്കെ ബാധിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് മെഡിസിൻ കഴിക്കുന്നു. സ്കിപ്പ് ചെയ്യരുത്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇൻസുലിൻ വെക്കണം. അപ്പോഴത്തേക്കും നമ്മൾ പൂരിയൊക്കെ സെറ്റാക്കും. ഇൻസുലിൻ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൂരിയും ഇഷ്ടക്കറിയും കഴിക്കാം. ഓക്കെ ഗായ്സ്, അമ്മമ്മ കുട്ടീനെ കുളിപ്പിച്ച് കണ്ണെഴുതി, അമ്മ വാലിട്ടൊക്കെ കണ്ണെഴുതി കുറിയൊക്കെ തൊട്ട് ഒരു പഴയ ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് പക്ഷെ സുന്ദരി അയക്കുന്നു. ആ സ്റ്റൈലാക്കിയൊന്ന് മുടി ചെയ്യൂ നോക്കട്ടെ. കാടാക്കാട് ആധാർ കാർഡാ ചോദിക്കുന്നത്. ആധാർ കാർഡല്ല, അമ്മേന്റെ ഒരു ട്രിനിറ്റിയിലെ ഒരു ID കാർഡ് ഉണ്ട്, അതാ ചോദിക്കുന്നത്. ആധാർ കാർഡ് എടുക്കാൻ പോവാ നിങ്ങള്? ആണ്. നമുക്ക് എന്തിനാ ആധാർ കാർഡ്? ഒരു കാര്യം ചെയ്യണോ? ആധാർ കാർഡ് കിട്ടി. ഏ സുന്ദരി മോളായിക്കുന്നു. മോൾ എങ്ങനെയായിരുന്നു സ്റ്റൈലാക്കിട്ട് മുടി ഇങ്ങനെ കോതുക? അമ്മ എങ്ങനെയാ മോളെ മുടി സ്റ്റൈലാക്കി? എന്ത് രസാ നോക്കിയേ ഗൈസ്. എങ്ങനെയാ ഒന്നുകൂടെ കാണിച്ചേ. അപ്പൊ കണ്ണിന്റെ ഒരു സ്റ്റൈലുണ്ട് കേട്ടോ. പൊന്നെ അമ്മേനെ പോലെ മോള് വെക്കും. അമ്മ എന്താക്കിയാലും മോള് വെക്കൂലേ? ഈ ഒരു സംഭവം തന്നെയാട്ടോ അമ്മയും. ആരാ സുന്ദരി, അമ്മയാണോ തുമ്പിയാണോ? അപ്പൊ അമ്മയോ? അതാണ് നമുക്ക് നല്ലത് അല്ലേ. ഇനി ബേബിയോ? സുന്ദരിയാണ് ബേബി, അല്ല സുന്ദരനോ? ആരാ? ഓ വന്ന്. നല്ല കാര്യായി. അതാകുമ്പോ ഒരു ഡൗട്ടില്ലല്ലോ. കുട്ടീനോടാണ് ചോദിക്ക. കുട്ടി ഇതുവരെ സ്വിച്ചുമണി കണ്ടില്ല എന്നാ പറഞ്ഞേ. സർപ്രൈസ് ആണ് തുമ്പിക്ക്. സർപ്രൈസ് ആയിട്ട് വരുന്ന്. എന്ത് സർപ്രൈസോ? വാവ വരുമ്പോ സർപ്രൈസും കൊണ്ടുവരണോ? എന്നിട്ട് ഓക്ക് സർപ്രൈസ് തരണേന്ന്. ആണോ? അത് ശരി. ഗിഫ്റ്റ് ഹാമ്പറും കൊണ്ട് വരേണ്ടി വരും കുട്ടി. അയ്യോ, അമ്മമ്മക്ക് ആ ഒരു വിചാരേ ഉള്ളൂല്ലേ തുമ്പിയെ? എപ്പോഴും വേലു വേലൂന്നല്ലേ? കള്ളത്തി പെണ്ണ് കള്ളത്തി പേമ. ആണോ? ആണോ? ആര്? പേമ തന്നെ, അല്ലാതെ ആരാ? ആണോ? ഗൈസ്, അമ്മ അങ്ങനെ പൂരീന്റെ പണികളിലാണ്. അപ്പപ്പോൾ പരത്തി അപ്പപ്പോൾ ചുടുക ചെയ്യട്ടോ. നമ്മൾ ആദ്യം പരത്തി വെക്കുന്ന പരിപാടിയല്ല. അതെന്താ വെച്ചാൽ മൈദയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചുരുങ്ങി വരും. അപ്പപ്പ പരത്തുക, അപ്പപ്പ ചുടുക. ചുടുന്ന സാധനം കാണിക്കാൻ എന്നെ അനുവദിക്കുന്നതല്ല. പഴയ ചീഞ്ചട്ടിയാണ് കാണിക്കുന്നത് നമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കില്ല. അമ്മേൻ്റെ പിന്നാമ്പുറത്തുള്ള കുടുംബം അങ്ങോട്ട് മുന്നോട്ടേക്ക് ഇട്ടുള്ളൂ. കേട്ടെ, ഞങ്ങൾ മുടി ഇങ്ങനെ കെട്ടിവെച്ച് അങ്ങനെയാണെങ്കിലും അമ്മയ്ക്കിപ്പം നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കള്ളത്തി ഇല്ല മോളെ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ലോണം മുടി കൊഴിഞ്ഞിട്ടായിരുന്നു അല്ലേ അമ്മ? നല്ലോണം മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യത്തെ. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ മുടി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. പക്ഷെ അമ്മ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മ ഷാമ്പു ഇടൂല. എണ്ണ ഇട്ടങ്ങ് പറ്റിച്ച് കളയായി. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. എനിക്ക് ഷാമ്പു ഇടുന്ന ഇഷ്ടം. അതെ എനിക്ക് എന്താണോ എനിക്ക് ഇഷ്ടം അതാണല്ലോ എനിക്ക് ഇഷ്ടം. അതെ അതുകൊണ്ട് നമ്മൾ ചീഞ്ചട്ടി കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ കാണുകയാണ്. പൂരി ചുട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരൂ കേട്ടോ. പ്രസ്സിൽ വെച്ചിട്ടാണ് അമ്മ പരത്താറ്. ഇനി ഞങ്ങളുടെ വക ഒരു പാട്ടാണ് ഗൈസ്. ഒരു കാറ്റ് മൂളാണ്. പാട്. അയ്യേ തുമ്പിക്ക് ഒന്നും അറിയില്ല അമ്മ.
തുമ്പിക്ക് ഒരു പാട്ടും അറിയില്ല ശരിക്കും പറഞ്ഞ. ഒന്ന് പാട് തുമ്പമ്മേ. ആ റെഡി 1 2 3 സ്റ്റാർട്ട്. ഒരു കാറ്റ് മൂളണ് എന്താ ബാക്കി എന്താമേ? ഒരു കാറ്റിനീണം കേൾക്കണ് ഒരു കണ്ടോ? എന്താണ് ഞങ്ങൾ മൂളിയെങ്കിലും ഒപ്പിക്കും. ഞാനും അതെ ഓളും അതെ അല്ലേ? ഇതിന്റെ ഒറിജിനൽ കേൾക്കണേ അല്ലു ചേട്ടനെ വിളിക്കണം. ഗൈസ് കണ്ടോ നല്ല അടിപൊളി പൂരി കണ്ടോ, ഇങ്ങനെ പൊങ്ങി വരും ഗൈസ്. അടിപൊളി ഇല്ല തുമ്പി? ഇതൊന്ന് മുറിച്ചിട്ടിട്ട് തുമ്പിക്ക് തുമ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അല്ലുട്ടൊരു ആ പാട്ട് പാടിത്തരും കേട്ടോ. ഒരു കാറ്റ് മൂളണ് കൊഞ്ചാതെ പാട്. ഒരു കാറ്റിൻ വേണം കേൾക്കണം. മറന്നുപോയോ? അമ്മ ഒന്നുകൂടെ ട്യൂണിൽ പാട്. ഒരു ഒരു കാറ്റ് മൂളണ് ഒരു കാറ്റിൻ വേണം കേൾക്കണ്. പിന്നെ ബാക്കി എനിക്കും അറിയില്ല. അതൊക്കെ വേടന്റെ പാട്ടാണെങ്കിൽ അവൻ ഫുള്ള് പാടിത്തരും. ഇങ്ങനത്തെ പാട്ടൊക്കെയാണ് 2 പേര് പഠിച്ചിട്ട് ബാക്കി എന്താ അമ്മയെന്ന് ചോദിക്കും. പക്ഷെ അവൻ പാടും അല്ലേ? അതന്നെ ബാക്കി അവൾ ഇങ്ങനെ കാണിക്കും. അതന്നെ തുമ്പിക്ക് അറിയുന്ന ഒരു പാട്ട് പാടി കൊടുക്ക്. വാവോ പാടി എഴുതാൻ കൊണ്ട് ആവോ നായല്ലോ. അതാ നമുക്ക് മൂളി ഒപ്പിച്ചാൽ മതിയല്ലോ അല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചിലാടാലോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചിലാടാലോ പൂഞ്ചിലാടാലോ. കേട്ടോ എന്ത് നന്നായി പാടും. ഇനി അമ്മയുടെ ഒരു പ്രത്യേക പാട്ടുണ്ട് ഗൈസ്. റീനമ്മ പാടുന്നത് അത് അമ്മ പാടും, നിങ്ങളോടും. അമ്മ പാടും. അമ്മമ്മയുടെ പാട്ട് ഏതാ ചോദിച്ചേക്ക അമ്മമ്മയോട്. അമ്മമ്മയുടെ 2 മാസ്റ്റർ പീസ് പാട്ടുകളുണ്ട്. എന്താ അമ്മയെന്ന് പറഞ്ഞിട്ട്? ആ പൂവേ പൊൻപൂവേ ആരേരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ. ആ പാട്ടാണ് ഒന്ന്. അടുത്തത് ഞാൻ പാടൂല, ഞാൻ വരെ വെള്ളി വീഴുന്നുണ്ട്. ആ അത് അമ്മ അങ്ങോട്ട് പാടണം, അങ്ങോട്ട് കേൾക്കണം. ഒച്ചനാക്കല്ലേ, അമ്മ പാടണം അങ്ങോട്ട് കേൾക്കണം. ഏതാ പാട്ട്? ആ സിനിമേന്റെ പേരെന്തായിരുന്നമ്മേ? അയ്യോ നല്ല സിനിമയായിരുന്നല്ലോ. എന്തോ ഒരു സിനിമയുടെ പേരറിയാവുന്നവർ പറയുക. മമ്മൂട്ടിയും ഓളെ പേരെന്താ? സുമലതയുള്ള പാട്ട്. പൂമാനമേ ഒരു രാഗമേഘം താ. അത് നമ്മൾ ഓസ്ലറിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് സൂപ്പർ. അയ്യോ എത്ര പ്രാവശ്യം കേട്ടു എന്നറിയോ? ഇത്ര അടിപൊളി പാട്ടാണ്. അമ്മ അത് പാടണം. അമ്മ പാടമ്മ. അമ്മമ്മേ അങ്ങോട്ട് പാടമ്മേ. ആ അമ്മച്ചന്റെ റൈറ്റ് പാട്ടുണ്ട് ഗൈസ്. അമ്മച്ചന്റെ പാട്ട് ഏതിനാ അമ്മമ്മേ? അമ്മമ്മ പറഞ്ഞോടെ. നാണം കണ്ടില്ലേ കള്ളിക്ക്. അമ്മച്ച എത്ര പാട്ട് പാടി കൊടുത്തു അമ്മമ്മക്ക്. ഭരണി പാട്ടേക്കുന്നു കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നത്. അങ്ങനെ നിങ്ങൾ പറയണ്ട. നിങ്ങളെ ഹസ്ബൻഡ് ചില്ലറക്കാരനാണോ? വയനാട് ജില്ലേന്റെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഒരു സമയം. പിന്നെന്തായിരുന്നു അമ്മമ്മേ? പുറിഞ്ചു IPS നാടക ഏറ്റവും നല്ല ഹാസ്യ നടൻ. പിന്നെന്തായിരുന്നു? നാടകത്തിലാണേ. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പുറിഞ്ചു IPS. ആ പുറിഞ്ചു IPS ആണ് അകത്ത് കിടക്കുന്ന വേലു. നമുക്ക് മനസ്സിലായോ? ആയ കാലത്ത് മുപ്പര് അങ്ങനെയൊക്കെ ഏനു അല്ലേ അമ്മമ്മേ? അങ്ങോട്ട് സമ്മതിക്കില്ല. ഒരു കലാകാരനെ എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. അമ്മമ്മന്റെ അമ്മച്ചന്റെ കല്യാണ ഫോട്ടോ കാണാൻ എന്ത് ഭംഗിയാ മോളെ അമ്മമ്മനെ കാണാൻ. അമ്മമ്മ അങ്ങോട്ട് വീഴന്നെ. പക്ഷെ അമ്മമ്മ നോക്ക് ആ ഒരു ഇത് കാണിക്കില്ല. നോക്ക് ആ ചുണ്ട് വെച്ച് കോപ്രായം കളിക്കുക തുമ്പീനെ പോലെ. അല്ല
അമ്മമ്മ എന്നെ അങ്ങനെ പൊക്കട്ടെ, ഞാൻ പൊങ്ങൂലടി എന്നാണ് പറയുന്നത്. അമ്മമ്മേ എന്താ പറയ്, അമ്മച്ചൻ എങ്ങനെയായിരുന്നു? അമ്മച്ചൻ ഭയങ്കര റൊമാൻറ്റിക് ഗൈ ആണ് ഗൈസ്. ഇപ്പോഴും എന്താ റൊമാൻസ് ഉണ്ടോ? പാട്ട് പാടുന്നാണോ? ഞാൻ റൊമാൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ അമ്മ? റൊമാൻസിന് എന്താ മലയാളത്തിൽ പറയാ? റൊമാൻസ് എന്ന് പറഞ്ഞാൽ അമ്മമ്മ ഭയങ്കര ഭാര്യയോടുള്ള പ്രത്യേക സ്നേഹം, അമ്മമ്മ എന്നാ പറഞ്ഞേ. വൈശാഖിനോട് ഇടയ്ക്ക് ഒരു പ്രേമത്തെ സംസാരിക്കല്ലേ, നിങ്ങൾ കേൾക്കലുണ്ടോ? വന്ന് നിങ്ങൾ കേൾക്കലുണ്ടോ അമ്മമ്മേ? ഞാനൊന്നും കേൾക്കില്ല. ഇതുണ്ടല്ലോ, അത് എപ്പോഴും ഒരു കപ്പിൾസില് ഒരാള് ഭയങ്കര റൊമാൻറ്റിക് ആണ്, ഒരാൾ അൺറൊമാൻറ്റിക് ആയിരിക്കും. അമ്മച്ചന്റെ അമ്മമ്മയുടെ കാര്യത്തിൽ അമ്മച്ചൻ ഭയങ്കര റൊമാൻറ്റിക്, അമ്മമ്മ അൺറൊമാൻറ്റിക് മൂരാശിയാണ്. ഇന്റതില് ആക്ച്വലി ഞാനാണ് റൊമാൻറ്റിക് ആയിരുന്നു. കുട്ടികളൊക്കെ ആയതിനു ശേഷം ഞാനങ്ങ് മാറിയപ്പോ ഏട്ടനാണ് റൊമാൻറ്റിക്. എന്നിട്ട് ഏട്ടൻ തന്നെ പറയും പണ്ടൊക്കെ കൃഷി ചെയ്യുന്നത് നല്ലത്. പണ്ട് ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു പോലും. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ കുറച്ച് മെച്ചുവേർഡ് ആയില്ല മമ്മി? അങ്ങനെ ചോക്കരുത്, ചോത്ത ഒരു രസം ഉണ്ടാവില്ല കാണാൻ. അങ്ങനെ കുറെ ചോക്കാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഇടുക, മറിച്ചിടുക, അത്രേ പാടുള്ളൂ. വേഗം എടുക്കണം അല്ലേ? അതാണ്, രണ്ടാള് നിന്ന് വേമയും ചെയ്യണം. ഒരാളെ കൊണ്ടാകുമ്പോ തന്നെ എല്ലാം കൂടെ അങ്ങ് മാനേജ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പരത്തി വെച്ചാൽ അതും ശരിയാവില്ല. അങ്ങനെ അടുക്കളയിലെ വായിട്ടിളയ്ക്കലിന് ശേഷം ഞാൻ വന്നിട്ട് ഇൻസുലിൻ വെക്കാൻ പോവാണ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസുലിൻ പെന്ന് യൂസ് ചെയ്തുകൂടെ സിറിഞ്ച് യൂസ് ചെയ്തതിനേക്കാളും. സോ സിറിഞ്ച് യൂസ് ചെയ്ത് അങ്ങനെ പഴകിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തന്നെ. പക്ഷേ പെന്നെടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടിലാണ്. ഇപ്പം എൻ്റെ ഡോസ് വന്നിട്ട് രാവിലെ 16ഉം രാത്രി 12ഉമാണ് കേട്ടോ. ഇപ്പം അത്യാവശ്യം ഒന്ന് കൺട്രോൾഡായിട്ട് പോകുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നന്നായി ശ്രദ്ധിക്കാറുണ്ട്, ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാറുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. ഇത് കുത്താൻ വേദന ഉണ്ട് കേട്ടോ, വേദന ഇല്ലാന്നല്ല. പക്ഷേ ഇത് കുത്തുന്നതിനേക്കാളും വേദന എന്താ വെച്ചാൽ ഈ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യുമ്പോണ്ടല്ലോ സ്കിന്നിങ്ങനെ ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോഴാണ് നല്ലൊരു വേദന ഉണ്ടാവുക. ഞാൻ കാലിൽ തന്നെ ആട്ടോ വെക്കാറ്. ചിലർ കൈക്കൊക്കെ വെക്കണതാണ്, പക്ഷേ എനിക്ക് കയ്യിലൊന്നും വെക്കാൻ തീരെ സെറ്റാവില്ല ഗീസ്. അതുകൊണ്ട് ഞാൻ കാലിൽ തന്നെ സ്ഥിരമായിട്ട് വെക്കാറ്. നേരത്തെ കാണിക്കില്ലെന്ന് പറഞ്ഞ ചീഞ്ചട്ടിയല്ലേ പിന്നെ അപ്പുറത്തൂടെ അങ്ങോട്ട് പോണത് അല്ലേ? അങ്ങനെ അമ്മയും കൂടെ പൂരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻസുലിൻ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ആണല്ലോ ഫുഡ് കഴിക്കുക. ഇനിയിപ്പം അത് കഴിക്കണം. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഈ സമയത്ത് എണീക്കാറില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയം ഞാൻ പറയണത്. അല്ലാതെ ഇപ്പം എല്ലാവരും നോർമലി പറയുക അവനവൻ്റെ വീട്ടിൽ പോയാൽ നേരം വൈകിയാണ് എണീക്കുക, കെട്ടിയവൻ്റെ വീട്ടിൽ നേരത്തെ എണീക്കണം എന്നല്ലേ. എനിക്കുണ്ടല്ലോ, എനിക്ക് കമ്പാരിറ്റീവ്ലി തോന്നിയ കാര്യമാണ് ഞാൻ ഇവിടെ വന്നാലാണ് സാധാരണ നേരത്തെ എണീക്കുക. കാരണം ഇവിടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വിളിക്കും, മോളെ എണീറ്റോ എന്ന് പറയും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം എന്നോട് പറയും കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും. അല്ലാത്തപ്പോൾ ഞാൻ ഇവിടെ വരുമ്പം അമ്മ കുറച്ച് സമയമൊക്കെ ലേറ്റായിട്ട് എണീക്കാൻ സമ്മതിക്കും. പക്ഷേ എന്നാലും അധികം സമയം അങ്ങനെ ലേറ്റ് ആവാൻ സമ്മതിക്കില്ല. അപ്പോഴത്തേക്ക് അമ്മ വിളിക്കും എണീറ്റോ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് എണീക്കണം. അച്ഛനുള്ള സമയമാണെങ്കിൽ എണീറ്റോ എന്നൊന്നും പറയണ്ട, പൂവേ എന്നൊരു വിളിയാണ്. അത് ഓ എന്ന് പറഞ്ഞ് ചാടി എണീക്കും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ രാവിലത്തെ എണീക്കലുകൾ. അപ്പോൾ നമ്മളെ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളി പൂരിയും നല്ല അടിപൊളി ഇഷ്ടക്കറിയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം കുറേ പേരെന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഇടൂന്ന്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. പൂരി ഇഷ്ടക്കറിയൊക്കെ അവിടെ കൊണ്ടുവച്ച് തന്നിട്ട് പിന്നെ അമ്മേനെ കണ്ടില്ല. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ അമ്മ ചായയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ചായയും ഇഷ്ടക്കറിയും പൂരിയും ഒക്കെ ഉണ്ട്. ഇന്ന് രാവിലെ കുശാലായിട്ടുണ്ട്. ഇത്തിരി നേരത്തെ എണീറ്റത് കൊണ്ടാണ് ഇപ്പം എനിക്ക് വേഗം വിശക്കണം. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ ഞാൻ എണീറ്റ് വരുള്ളൂ. കാരണം ഞാൻ വരുമ്പോഴത്തേക്കും അമ്മയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോഴത്തെ കാര്യമാണ് കേട്ടോ പറയണത്. എത്ര ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലിമിറ്റ് കൂടുതൽ കഴിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ആക്രാന്തം മാത്രമേ ഉള്ളൂ, കഴിക്കാനുള്ള ശേഷി വളരെ കുറവാണ്. തുമ്പമ്മയ്ക്ക് കഞ്ഞിയൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒക്കെ ഇഷ്ടം ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവളും കഴിച്ചു. അല്ലൂട്ടനെ ആർക്കോ വേണ്ട പോലെ കഴിക്കുന്നുണ്ട് കേട്ടോ. അല്ലു പണ്ട് തൊട്ടേ രാവിലെ എണീറ്റാൽ കഞ്ഞി വേണം അവന്, അതാണ് അവൻ്റെ കംഫർട്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മാറ്റിയെടുക്കാൻ തുടങ്ങുന്നുണ്ട്. ബിക്കോസ് ഇനി സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും അവൻ്റെ കുറച്ച് ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കണം ഗൈസ്. അങ്ങനെ എന്തായാലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള റെസിപ്പി വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്റ്റോറി ആണിത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആരോ കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു കുറേ പേര്, ചേച്ചി ഞങ്ങൾ സ്ഥിരം വീഡിയോ കാണും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബൈ.